അവൻ ആരാൻ്റെതാണ് എന്നറിയുമ്പം എന്നാൽ കത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വീണ്ടും നമ്മൾ തന്നെയാണെന്ന് പറയുമ്പോഴേക്ക് ഉണ്ടാകുന്ന ആ ഒരു ലക്ഷങ്ങൾ മുടക്കി പണിത ഒരു പുതിയ വീട്, ആ വീടിന് എന്ത് ചെയ്തു, തീ പിടിച്ചു. അപ്പോൾ ആ വീട്ടിൽ ആ തീ പിടിച്ചത് കണ്ട് ഹൃദയം തകർന്ന് നിൽക്കുന്ന ആ വീട്ടിൻ്റെ പിതാവ് ആകെ സ്തബ്ധനായിട്ട് ഇങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മൂത്ത മകൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, അച്ഛാ പേടിക്കണ്ട, വീട് ഇന്നലെ ഞാൻ 3 ഇരട്ടി വിലക്ക് വിറ്റിരുന്നു. അപ്പം അയാൾ രക്ഷപ്പെട്ടു അയാൾ പറയണം. അങ്ങനെ അദ്ദേഹം ദീർഘനിശ്വാസമൊക്കെ വിട്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാറിയിരുന്നു. അപ്പോഴാണ് രണ്ടാമത്തെ മകൻ വരുന്നത്. രണ്ടാമത്തെ മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്താണ് വീട് കത്തുന്നത് കണ്ടിട്ടും വെറുതെ ഇരിക്കുന്നത്, എന്താ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന വീട് കത്തുന്നത് കണ്ടിട്ട്? അതെ, ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, കത്തണയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ മറുപടി, മോനെ നമ്മളത് ഇന്നലെ വിറ്റു എന്നാണ് പറഞ്ഞത്. അതെ, നമ്മൾ വിറ്റു, അപ്പോൾ ആശ്വാസം, നമ്മൾ സേഫ് ആയിട്ടുണ്ട്. ആ. അപ്പോൾ അടുത്ത ആൾ വന്ന് പറയാണ്, ഇല്ലച്ചാ ഇന്നലെ അഡ്വാൻസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്നൊരു വാക്ക്. വിറ്റു എന്ന് പൂർണ്ണമായിട്ടില്ല, അഡ്വാൻസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതുവരെ നിശബ്ദനായി നിന്നിരുന്ന അച്ഛൻ വീണ്ടും ഞെട്ടി, വീണ്ടും സ്തബ്ധനായിട്ട് ആകെ അസ്വസ്ഥനാകുകയാണ്. ആ സമയത്ത് മൂന്നാമത്തെ മകൻ വന്നിട്ട് പറഞ്ഞു, അത് പ്രശ്നമല്ല അച്ഛാ, വാക്കിന് വിലയുള്ള ആൾക്കാണ് നമ്മൾ വിറ്റത്. അതുകൊണ്ട് എന്ത് നഷ്ടം വന്നാലും പറഞ്ഞുറപ്പിച്ച പണം അദ്ദേഹം തരും. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല. അച്ഛനെ വീണ്ടും സമാധാനമായി. അഗ്നിഗോളങ്ങളിൽ ആ വീടിങ്ങനെ എരിഞ്ഞു തീരുന്നത് അച്ഛൻ സമാധാനത്തോടു കൂടി നോക്കിക്കാണ്. ഇതാണ് കഥ. അപ്പോൾ ഇതിൽ പറഞ്ഞ സ്വന്തം എന്ന ഒരു വികാരത്തിന് അടിമകളാണ് എല്ലാ മനുഷ്യന്മാരെന്നാണ്. നല്ലതിനെയും എല്ലാ നല്ലതിനെയൊക്കെയാണ് എന്ത് വില കൊടുത്തും സ്വന്തമാക്കാൻ ശ്രമിക്കും. പക്ഷേ അന്യൻ്റെ നല്ലതുകൾക്ക് തീ പിടിക്കുന്നത് കാണുമ്പോൾ വെറും കാഴ്ചക്കാരായി മാറും. അവനവൻ്റേതാകുമ്പോൾ അസ്വസ്ഥരാകുന്നു, മറ്റുള്ളവരുടേതാകുമ്പോൾ. അപ്പോൾ ആ മനസ്സിൻ്റെ ഭാവങ്ങളുടെ മാറ്റങ്ങൾ നമ്മൾ ആ ഒരു കഥയാണെങ്കിൽ അതിലൂടെ മനുഷ്യൻ്റെ ചിലയൊക്കെ സ്വഭാവങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കത്തിച്ചാമ്പലാകുന്നതൊക്കെ സ്വന്തമാണെന്ന് അറിയുമ്പോഴും നിസ്സഹായതയും അടുത്തിരിക്കുന്ന ഒരാളുടേതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടേതോ ആണെന്നറിയുമ്പോൾ കാഴ്ചക്കാരനായി മാറി നിൽക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴൊക്കെ മനുഷ്യരിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് കഥ. ഇതിപ്പം കേട്ടിരിക്കുമ്പോഴേ ശ്രോതാക്കൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ മിക്കവാറും അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടാവും. ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ഒന്നും വേണ്ട, നമ്മളൊരു കളി കാണാമെന്ന് വിചാരിച്ചോളെ, ഒരു ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പം എന്തായാലും ഇരു പാർട്ടികൾക്കും അല്ലെങ്കിൽ ഇരു ടീമുകൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പം ഒരുത്തൻ നല്ലൊരു ഫുട്ബോളർ, അതിൻ്റെ നല്ലൊരു ഡിഫൻഡറോ അല്ലെങ്കിൽ അത്യാവശ്യം നന്നായി കളിക്കുന്ന ഒരാൾ, അയാൾക്കൊരു പരിക്ക് പറ്റുകയാണെന്ന് വിചാരിക്കണം. പരിക്ക് പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അനുകൂലിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവും, ഭയങ്കരമായിട്ട് ഒരു ഇനിയിപ്പോൾ എന്താവുമെന്ന് വിഷമമുണ്ടാവും. കാരണം അവനാണ് കളി, അവൻ്റെ ഓൾ ഇൻ ഓൾ അവനാണ്, ഓൾറൗണ്ടർ കംപ്ലീറ്റ്. അപ്പം അവനാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. അപ്പം കാണികൾക്ക് എനിക്ക് തോന്നുന്നത് നമ്മളെ ടീം മാനേജർക്കുള്ളതിനേക്കാൾ ഒരു നിരാശയും ഫീലിങ്സ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആർക്കുണ്ടാവുക, ഗാലറിയിലുള്ള കാണികൾക്കുണ്ടാവും. കാരണം അവൻ്റെ ആ ഒരു സ്പിരിറ്റോട് കൂടിയാണല്ലോ അവരിയ്ക്കുന്നത്. ഈ പറഞ്ഞ ആ അതിനും ടൈ ആയിട്ടുള്ള പകരത്തിനൊരാളെ ഇറക്കി കളി വീണ്ടും തുടങ്ങി. അപ്പോഴാണ് എതിർ ടീം അതിശക്തമായി ഇവൻ്റെ ഒരു വീഴ്ച മുതലാക്കി അതിശീഘ്രം മുന്നോട്ട് പോകുന്നു. ഗോൾ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നേരത്തെ ഒരു ഫൗൾ. ആ ഫൗൾ എന്ത് ചെയ്യുന്നു, അവരിൽപ്പെട്ട ഒരു കളിക്കാരനും എന്താണ് ഇതുപോലെ ആ ഫൗളിൽ പരിക്ക് പറ്റുന്നു, സ്ട്രക്ചർ വരുന്നു, അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ അല്ലേ. ഇത് കളിയിൽ മാത്രമല്ല, ഓരോ വിഷയത്തിലും ഓൻ തോറ്റല്ലോ, ഓനും അത്ര മാർക്കുള്ളല്ലോ അല്ലേ, അങ്ങനെ ഉണ്ടല്ല, എനിക്ക് മാത്രമല്ല അവനും അത്രയേ ഉള്ളൂ എന്ന് വരുന്ന ആരാൻ്റെ നഷ്ടത്തിൽ അല്ലെങ്കിൽ ആരാനുണ്ടാകുന്ന നഷ്ടത്തിൽ പിന്നെ സന്തോഷിക്കുകയോ
അവനവനുണ്ടാകുന്ന നഷ്ടത്തിൽ മാത്രം ദുഃഖം കാണിക്കുകയോ ചെയ്യുന്നവരോ കുറേ ജീവിതത്തിൻ്റെ ഒരുപാട് മേഖലയിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതിൽ നേരെ തിരിച്ചൊരു സംഭവമുണ്ട്. നമ്മളിതിലൊരു പോസിറ്റീവ്നെസ് കാണേണ്ട ഒരു സംഭവമുണ്ട്. മനുഷ്യന് നന്മയുടെ കാര്യത്തിൽ മിക്കവാറും അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ബാദിറു ഇല അമാലി സാലിഹത്തിലെ അപ്പം അവൻ അത്യാവശ്യം നന്നായി ദാനം ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ എനിക്കതിന് പറ്റുന്നില്ലല്ലോ എന്ന തോന്നലുണ്ടാകുന്നിടത്ത് നമ്മൾ വിജയം കാണുന്നു. ഇത് സത്യത്തിൽ ഈ ഒരു വിഷയം അപ്പം അവൻ ആരാൻ്റെതാണ് എന്നറിയുമ്പം എന്നാൽ കത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, വീണ്ടും നമ്മൾ തന്നെയാണെന്ന് പറയുമ്പോഴേക്ക് ഉണ്ടാകുന്ന ആ ഒരു അപ്പം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഓടി വന്ന കുറേ സംഭവങ്ങളാണ്. ഞാൻ ശ്രോതാക്കൾക്ക് ഉണ്ടാവും, നിങ്ങൾ ആ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും വളരെ അർത്ഥഗർഭമായ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പച്ചയായി അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഒരു 2 മിനിറ്റ് കഥയാണെങ്കിൽ പോലും അതിലെന്ത് ചെയ്തത് ഉദിച്ച് കണ്ടത്. നമുക്ക് നോക്കാം. പറഞ്ഞ പോലെ ശ്രോതാക്കൾ എന്തൊക്കെയാണ് അതിലൂടെ മനസ്സിലായത്. ഏറ്റവും പൊരുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവനവൻ്റെതിൻ്റെ നഷ്ടം റസൂൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുസ്ലിമാവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മളുടേത് മാത്രമല്ല നഷ്ടം, മറ്റുള്ളവരുടേതും നഷ്ടമാണെന്നുള്ള ഒരു എംപത്തറ്റിക് മൈൻഡിലേക്കെങ്കിലും മനുഷ്യന് എത്തണം. സൗകര്യങ്ങൾ കൂടുമ്പോഴാണ് മിക്കവാറും അങ്ങനെ എനിക്ക് തോന്നുന്നു അല്ലേ. അതായത് നമ്മളൊരു പാവപ്പെട്ടവരുടെ ഏരിയയിലൂടെ നമ്മളങ്ങ് സഞ്ചരിക്കുമ്പോഴേ ആരാൻ്റെ ദുഃഖവും അവരുടെ ദുഃഖമായിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്, സ്വീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പം സത്യത്തിൽ നമ്മുടെ ഇടയിലൊക്കെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ പോലും അത് നമ്മളെ പെട്ട ആളൊന്നല്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു മൈൻഡിലേക്ക് ആളുകൾ, എനിക്ക് തോന്നുന്നു നമ്മളെ സൗകര്യങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് എന്ന് തോന്നുന്നു.